ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഉണ്ണീശോയുടെ പിറവി തിരുനാളിന് നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ 25 ദിവസം പ്രാർത്ഥനയിലൂടെയും പുണ്യപ്രവർത്തികളിലൂടെയും പരിഹാര പ്രവർത്തികളിലൂടെയും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന രക്ഷകനെ സ്വീകരിക്കാൻ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. നാം ഇന്ന് ധ്യാനിക്കുന്ന വചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 25-ാം വാക്യമാണ്. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. അവന് യേശു എന്ന് പേരിട്ടു. പുത്രനെ പ്രസവിക്കുന്നത് വരെ അവൻ അവളെ അറിഞ്ഞില്ല. പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രവൃത്തിയാണ് മറിയത്തിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞ്. ദൂതന്റെ നിർദ്ദേശമനുസരിച്ച് ജോസഫ് മറിയത്തിന്റെ കാവൽക്കാരനായി. ദൈവനിശ്ചയമനുസരിച്ച് നീതിമാനായ ജോസഫ് ദൈവത്തിന്റെ മനസ്സിനോട് പൂർണ്ണമായി സഹകരിച്ചു. അങ്ങനെ ജോസഫ് സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ വലിയ മാതൃകയായി. അവർ അവനെ യേശു എന്ന് വിളിച്ചു. ദൈവം രക്ഷിക്കുന്നു എന്നാണ് ഹീബ്രു ഭാഷയിൽ യേശു എന്ന പേരിന്റെ അർത്ഥം. രക്ഷ പ്രദാനം ചെയ്യുന്നത് യേശു എന്ന ദിവ്യനാമം മാത്രമാണ്. ആരാധനാക്രമത്തിലെ പ്രാർത്ഥനകൾ എല്ലാം സമാപിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി എന്ന പ്രാർത്ഥനയോടെയാണ്. ഈ യേശു എന്ന ദിവ്യനാമം നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അവന്റെ ജനനത്തിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഏവർക്കും ക്രിസ്മസ് ആശംസകൾ.